എന്നാലും ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു പവറെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ തല ഉയരുകയാണ്. ഒരിക്കൽ യാത്രകൾക്കായി വിസയ്ക്ക് പിന്നാലെ നടന്നിരുന്നെങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യക്കാർക്കായി വാതിൽ തുറന്നിടുകയാണ്. ആഗോള പാസ്പോർട്ട് ഇൻഡെക്സിലെ ഏറ്റവും പുതിയ കണക്കുകൾ വരുമ്പോൾ ഇന്ത്യ വീണ്ടും മിന്നിച്ചിരിക്കുകയാണ്. 2026 തുടക്കത്തിൽ പുറത്തുവന്ന ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ശക്തമായ കുതിച്ചുചാട്ടമാണ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 85-ാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇപ്പോൾ 80-ാം റാങ്കിൽ എത്തിയിരിക്കുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഇന്ന് ഒരു സാധാരണ ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ, ഒരു റെഗുലർ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ ലോകത്തെ 55 രാജ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ തന്നെ യാത്ര ചെയ്യാം. നയതന്ത്ര തലത്തിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം വളരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവാണ് ഈ മുന്നേറ്റം. അൾജീരിയയ്ക്കൊപ്പമാണ് ഇന്ത്യ ഈ സ്ഥാനം പങ്കിടുന്നത്. നമുക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ അവസ്ഥ കൂടി നോക്കുമ്പോഴാണ് ഈ നേട്ടത്തിന്റെ വലിപ്പം മനസ്സിലാകുന്നത്. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ റാങ്കിങ്ങിൽ വൻ തിരിച്ചടിയാണ് നേരിടുന്നത്. 98-ാം സ്ഥാനത്താണ് അവർ. അതായത് യമൻ പോലുള്ള രാജ്യങ്ങളുടെ അതേ നിലവാരത്തിൽ. മറ്റൊരു അയൽക്കാരനായിട്ടുള്ള ബംഗ്ലാദേശ് 95-ാം സ്ഥാനത്താണ്. സാമ്പത്തികമായും നയതന്ത്രപരമായും ഇന്ത്യ കൈവരിച്ച വളർച്ചയാണ് അയൽ രാജ്യങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ഈ കുതിപ്പ് നടത്താൻ നമ്മളെ സഹായിച്ചത്. ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്ത് ഇത്തവണയും സിംഗപ്പൂർ തന്നെയാണ്. 192 രാജ്യങ്ങളിലേക്ക് അവർക്ക് വിസരഹിത പ്രവേശനമുണ്ട്. തൊട്ടു പിന്നാലെ ജപ്പാനും ദക്ഷിണ കൊറിയയും 2-ാം സ്ഥാനത്തുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഡെൻമാർക്കും സ്പെയിനും 3-ാം സ്ഥാനത്താണ്. ഈ വമ്പൻ രാജ്യങ്ങൾക്കിടയിലേക്കാണ് ഇന്ത്യ ഓരോ വർഷവും തന്റെ സ്ഥാനം മെച്ചപ്പെടുത്തി പതിയെ നടന്നു കയറുന്നത്. വർദ്ധിച്ചു വരുന്ന അന്താരാഷ്ട്ര യാത്രാ സൗകര്യങ്ങളും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ശക്തമായ ഉഭയകക്ഷി ബന്ധവുമാണ് ഇന്ത്യയുടെ ഈ വിജയത്തിന് പിന്നിൽ. ചുരുക്കത്തിൽ ലോകം ഭാരതത്തെ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ടിന് ഇന്ന് ആഗോള വിപണിയിൽ ലഭിക്കുന്ന മാന്യത ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. വരും വർഷങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്കാർക്കായി വിസയില്ലാ യാത്ര അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് നയതന്ത്ര ലോകം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.